ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, ഒരു മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ഇടാന്ന് വെച്ചാൽ ഇന്ന് ഇടാൻ നാളെ ഇടാൻ മറ്റന്നാൾ ഇടാമെന്ന് വിചാരിച്ച് എന്തായാലും ഇപ്പോൾ ഇത്ര ഒരു മാസത്തോളമായി. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ തന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നറിയോ? നിങ്ങൾക്കൊക്കെ പിന്നെ ഞണ്ടൊക്കെ വാങ്ങുന്ന എല്ലാ പരിചയമൊക്കെ ഉണ്ടാവില്ലേ. എന്നെപ്പോലെ പൊട്ടന്മാരും ഉണ്ടാവും. കാരണം ഞങ്ങൾ ഞണ്ട് അങ്ങനെ വല്ലാതെ വാങ്ങലില്ല കേട്ടോ. വല്ലാതെ വാങ്ങൂല എന്ന് പറയാൻ കാരണം ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ ഈ അടുത്ത കാലത്താണ് ഞണ്ടൊക്കെ ഒന്ന് ഞണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. മറ്റേ പാടത്തു നിന്നൊക്കെ എപ്പോഴേലും വലിയൊരു ഞണ്ട് കിട്ടും, അതങ്ങോട്ട് ഇട്ട് തിന്നും, അങ്ങനത്തെ ഒക്കെ ഒരു പ്രകൃതിയൊന്നുമല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു കടന്നുകയറ്റം കൊണ്ട് നമുക്ക് ആകെ കിട്ടിയൊരു അകലട്ടോ. കുറച്ച് സംഭവങ്ങളിൽ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. ഒന്നും ഞണ്ടിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. എനിക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ ഞണ്ടിനെ കുറിച്ചുള്ളതൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കര കൊതിയാണ് ഞണ്ടൊന്ന് പോയി കഴിച്ചാൽ. കാരണം നമ്മൾ ഓരോ കഴിച്ചതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ചിലപ്പോൾ അടിപൊളിയാവുന്നു. അങ്ങനെ ജിത്താറിനോട് കുറേ കാലം ഞണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എവിടെയോ ഒരു ഗുഡ്സിൽ ഞണ്ടിനെ കണ്ടു, മീൻ വണ്ടിയിൽ. അപ്പം എന്നാൽ ഒരു കിലോ ഞണ്ട് വാങ്ങി വരാച്ചിട്ട് അങ്ങനെ വാങ്ങി വന്ന ഞണ്ടോട്ടത്. അപ്പം ഞാൻ ഒരു കാര്യങ്ങളോട് പറയാൻ മറന്നുപോയി, കുറച്ച് വലിയ ഞണ്ടാണെങ്കിൽ വാങ്ങിയാൽ മതി, ചെറിയത് വാങ്ങണ്ട കേട്ടോ. ഇതിൽ കണ്ട പിന്നെ കുത്തുള്ള കോമുള്ള ഉള്ളിയുള്ള ഞണ്ടുകളൊക്കെ പല വിധമാണ്. ഈ ഞണ്ടുകളെ പേരൊന്നും അറിയില്ല നമുക്ക്. ഈ ഞണ്ട് ഐറ്റംസിൽ എന്തുണ്ടോ ഞണ്ട് തന്നെ, അങ്ങനെ തരം തിരിച്ച് പറയാനൊന്നും അറിയില്ല, നന്നാക്കാനും അറിയില്ല കേട്ടോ. അതിപ്പോൾ യൂട്യൂബിലത്തെ വീഡിയോ കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഈ മഞ്ഞ സാധനം കണ്ടത് കളയില്ല തോന്നണില്ലേ. അത് ഞാൻ അതിൽ കളഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒരു മാസമായില്ലേ, തിന്നിട്ട് വലിയ കുഴപ്പമൊന്നും ആർക്കും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ വേസ്റ്റ് ആണെങ്കിലും അത് തിന്ന് നമ്മളെ വേസ്റ്റായി പോയിന്. അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്യാണ് കൂട്ടരെ. പണി എന്ന് പറഞ്ഞാൽ ഈ കണ്ട ഞണ്ട ഇതിനൊക്കെ എന്തൊരു മുള്ളാണപ്പാ. എൻ്റെ കയ്യാകെ പൊട്ടീന് കേട്ടോ. കൈ നഖത്തിൻ്റെ കൂടെ ഒക്കെ ഈ സാധനത്തിൻ്റെ ഈ എന്താപ്പോൾ നമ്മളെ ഈക്കറില്ലേ, അതല്ല നിങ്ങൾ പറയും. ഞങ്ങൾ എന്തായാലും അങ്ങനെയൊക്കെ വേറെ കട പറയല്. ഞാൻ തന്നെ പൊട്ടത്തെറ്റാണെന്ന് വയ്ക്കാമല്ലോ. ഞാൻ എന്തായാലും ഇപ്പോൾ അത് പറയട്ടെ. എന്നാലും ആ സാധനത്തിൽ ഇപ്പോൾ നിറച്ച് മുള്ളാണ്, അത് കുത്തിയിട്ട് വയ്യ. ഞാൻ പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തേ, കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടോ. അതന്നെ. പിന്നെ ഞാൻ വേണ്ടാത്ത പണിയോടെ കാട്ടി. എന്താ വെച്ചാൽ കിയാനിയം മലയും മുള്ളുള്ള സാധനം ഭയങ്കര മുള്ളാണത്. അപ്പം ഞാനെന്താ പറ്റിയാലോ, ഈ ഇഞ്ചി ചതച്ച കല്ലിലിട്ടാണ്ടേ അതൊന്നും വല്ല കുത്തി നോക്കിട്ടോ. എന്നാൽ കുട്ടികൾക്ക് തിന്നാൻ എളുപ്പമോ, പിന്നെ അതിൻ്റെ ആ മുള്ളൊക്കെ പൊടിഞ്ഞു പോണി അതും കളയാൻ വിചാരിച്ചിട്ടേ. എനിക്ക് പിന്നെ തോന്നി വേണ്ടിയിരുന്നില്ല, കാരണം അവർക്ക് ആ പോഷൻ കൊടുക്കാതെ എന്നാൽ മതിയെന്ന്. പിന്നെ നമുക്ക് പാചകം തുടങ്ങാം. മൺചട്ടി ഗ്യാസുമ്മ വെക്കലില്ല, നിങ്ങൾക്ക് അറിയണ്ടാവും. മുന്നത്തെ വീഡിയോ കണ്ടിട്ട് തരണം, ഞാൻ അതിൻ്റെ കാരണങ്ങളും കുറച്ച് പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് എന്തായാലും മൺചട്ടിയിലൊക്കെ ഒന്ന് ട്രഡീഷണൽ രീതിയിലൊക്കെ വെക്കാൻ വിചാരിച്ചിട്ടോ. ട്രഡീഷണൽ അടുപ്പത്ത് പോയി ഊതാനുള്ള ഒരു ഇത് മടിയാണ്. ഗ്യാസുമ്മ വെച്ചു. അപ്പോൾ എങ്ങനെ പിന്നെ ഒന്ന് ആലോചിക്കുക അടുപ്പത്തൊക്കെ വെക്കുക. ഈ കണ്ട കുട്ടികളൊക്കെ ഒന്ന് രണ്ട് കണ്ടാണ്ട് അപ്പോഴേക്കും ഒക്കത്ത് കയറി കൂടുകയാണ്, മിറ്റങ്ങളും വെച്ചിട്ട് ഈ പണിയൊക്കെ എടുക്കുന്നത്. എന്തായാലും ഓനെ പിന്നെ ഞാൻ ഉന്തി തള്ളി വിട്ടാണ്ടേ പണി നോക്കിട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടു. കറിവേപ്പിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നന്നാക്കി ഇളക്കി. മഞ്ഞൾപ്പൊടി ഞാൻ ആകെ ഉപയോഗിച്ച 3-4 മസാല. ഒന്ന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല. ഈ 2-3 ഐറ്റംസ് ഞാൻ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ ചേർത്തിട്ട് പിന്നെ നന്നാക്കി വഴറ്റിട്ടോ. ശേഷം അതിലേക്ക് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ തട്ടി ഒന്നാകെ ഇളക്കി. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നല്ലേ. എനിക്ക് എന്താണോ ഞണ്ട് കറി നമ്മൾ വെപ്പിൻ്റെ മോശം നല്ല ടേസ്റ്റ് ഉണ്ടില്ല എന്നല്ല, പക്ഷെ മീൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയല്ലേ കിട്ടാതെ കിട്ടുമ്പോഴേ നാക്കുൾക്ക് പറയണ തീരെ ബോധം ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു സാധനത്തിന് ദശ കുറച്ച് കുറവായതെന്ന് തോന്നുന്നു. ഭയങ്കര മല്ലിയും തിന്നാൻ വേണ്ടിയിട്ട്. ഞണ്ട് വെച്ചപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചില്ല കേട്ടോ, കാരണം ഇതിൽ വെള്ളം പൊന്തി വരുന്നൊക്കെ പല വീഡിയോയിലും കണ്ടതുകൊണ്ടേ അതൊക്കെ അതേപോലെ ട്രൈ ചെയ്തു. എന്തായാലും ഞണ്ട് വെന്തത് നല്ലൊരു മണമായിട്ട്, നല്ല അടിപൊളി മണം. അപ്പോൾ ഇതാണ് ഞണ്ട് വിശേഷങ്ങൾ. ഇതും കൂട്ടി ഞങ്ങൾ ചോറുണ്ട് കിടക്കും. ദാറ്റ്സ് ഓൾ. അപ്പം ഞണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.